സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴയിൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ആചരിച്ചു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലൈസാമ്മ പനക്കൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ പരിസ്ഥിതി ദിനം വരുമ്പോൾ നമ്മൾ മരങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ പാടെ മറന്നു പോകും. എന്നാൽ ഇന്ന് അങ്ങനെ ആയിരിക്കരുത്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടികളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്നത് വൃത്തിയുള്ള ഗ്രാമം, അതുപോലെ തന്നെ ഏറെ ശുദ്ധമുള്ള ഒരു അന്തരീക്ഷം എന്നതാണ്. നമുക്കറിയാം, വൃത്തിയുള്ള ഗ്രാമം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വിദ്യാലയങ്ങളും എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ നാട് വൃത്തിയുള്ളതായിരിക്കണം. ഈ അവസരത്തിൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരാണോ എന്ന് നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മുൻപേ ജീവിച്ചു പോയവര് അവര് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷവും ഒക്കെ തന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ശുദ്ധമായി കുടിവെള്ളവും ഒക്കെ നല്ല ശുദ്ധമുള്ള കുടിവെള്ളവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നാം വരും തലമുറയ്ക്ക് വേണ്ടി അതിന് കടപ്പെട്ടിരിക്കുന്നു. നാമും അതിന് വരും തലമുറയ്ക്ക് വേണ്ടി അതിന് നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് എത്രമാത്രം വില്ലനാണ് എന്ന് നമുക്ക് നമ്മളോട് കൂടിയിരിക്കുന്ന അതിൻ്റെ എല്ലാ വിഷയങ്ങളെ പറ്റി നമുക്കെല്ലാം അവബോധമുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ 2026 എത്തി നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അതിഗൗരവപരമായ ഒരു വിഷയമാണ് ഈ പരിസരത്തിലുള്ളത്. 2026 തീം അറിയാം, നൗ ഫോർ ക്ലൈമറ്റ് എന്നാണ്. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് വേണ്ടി ഇത്തരം ആഘോഷങ്ങളൊക്കെ ലോകം മുഴുവൻ അതിപ്രാധാന്യത്തോടുകൂടിയാണ് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് 2018 പ്രളയം. കഴിഞ്ഞ വർഷം നമുക്കറിയാം, വയനാട് ദുരന്തം പോലുള്ള വലിയ അത്യാഹിതങ്ങൾ ഒരു സ്കൂളടക്കം, ആ സ്കൂളിലെ ചൂരൽമല കേട്ടിട്ടില്ലേ? ചൂരൽമല ദുരന്തമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ നീറുന്ന വേദനയായിട്ട് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി മേരിക്കുട്ടി മാത്യു പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു. അതാണ് അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി, ഏറ്റവും നന്നായി പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് പകരുക എന്നതാണ് ശരിക്കും പറഞ്ഞ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് കൃഷി ഓഫീസർ ജിതിൻ കെ വി വിശദീകരണം നൽകി. സ്കൂൾ വിദ്യാർത്ഥിയായ നാഫി കെ മുസ്തഫ തൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലൈസാമ്മ പനക്കലിന് കൈമാറി. സ്റ്റാഫ് സെക്രട്ടറി ജോബി ജോൺ ചടങ്ങിന് നന്ദി പ്രകാശനം നടത്തി. റവറന്റ് ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്, കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അറിയാത്ത ഇടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നമ്മൾ എന്ന് മുതിർന്നവരെ നോക്കി കുട്ടികൾ ഇങ്ങനെയാണ് വൈരപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മളെ പഠിപ്പിച്ചു തരാൻ കഴിയും. അങ്ങനെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ ഒരാള് തന്റെ ജന്മദിനത്തിന് ഒരു പുസ്തകം തന്നുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അത് ബാക്കിയുള്ളവർക്കും ഇവിടുത്തെ അധ്യാപകർക്കും മുതിർന്ന ഞങ്ങൾക്കുമെല്ലാം ഒരു പാഠമാണ്. അതുകൊണ്ടാണ് കുട്ടികളായ നിങ്ങൾക്ക് മുതിർന്നവരായ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടല്ല പഠിപ്പില്ല, പല കാര്യങ്ങളും നിങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോ ഈ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് അറിയാം? 2026 പരിസ്ഥിതിയുടെ സന്ദേശം ആരെങ്കിലും നോക്കിയോ? എന്താണ് ഈ വർഷത്തെ പരിസ്ഥിതിന്റെ സന്ദേശം? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നമ്മുടെ ഭാവിക്ക് വേണ്ടി, അല്ലേ? മരമുണ്ടോ ഇന്ന്
തലയുയർത്തി നിന്നിടും മരങ്ങളിന്ന് തടിമരം തേടി അലഞ്ഞവർ തടി തേടി നടന്നലഞ്ഞവർ തണ്ടും തടിയുമുള്ള മരത്തിലൊക്കെ എല്ലും മടിക്കാതെ വിട പറഞ്ഞവർ